നെയ്യാറ്റിൻകരയിൽ സമാധി കേസിൽ കല്ലറ പൊളിക്കാൻ പോലീസ്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. വിവരങ്ങളുമായി പ്രജിത്ത് ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്തിനാണ് ഈ പ്രതിഷേധം? കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ സമാധിയൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഒരു നിലപാട്. തങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ തടയുന്നത് ഈ പറയുന്ന രീതിയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ ഭാര്യ അടക്കമുള്ളവർ, മക്കളടക്കമുള്ളവർ ആ സമാധിക്ക് ചുറ്റുമിരുന്ന് വലയം തീർത്തുകൊണ്ടായിരുന്നു ഒരു പ്രതിഷേധ രീതിയിലേക്ക് പോയത്. ഇപ്പോഴും അവിടെ ആ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ ഒരു വശത്തേക്ക് പോലീസ് പിടിച്ചു മാറ്റിയാണ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ ഈ സമാധിക്ക് ചുറ്റും ഒരു ബാരിക്കേഡ് പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു മറയൊക്കെ കെട്ടി ഈ സമാധി പൊളിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സമാധി പൊളിക്കുന്ന നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും. പക്ഷെ കുടുംബം എപ്പോഴും പറയുന്നത് തങ്ങളുടെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളാണ്, അതിൽ പോലീസിന് ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് തുടങ്ങിയ നിലപാടുകൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തോടൊപ്പം ഒരു ഭാഗം നാട്ടുകാരും ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷ്ണരാജ്. പ്രജിത്ത്, ഈ ബന്ധുക്കളും നാട്ടുകാരും എന്താണ് പറയുന്നത്? ചിലർ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിനെതിരെയാണ്. ചിലർ പറയുന്നത് ഇദ്ദേഹത്തെ കുറെ നാളുകളെ കാണാനില്ലായിരുന്നു, ഒരു കാണാതെ മിസ്സിംഗ് വരെ കേസ് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തെ ഒരു സ്വയം സമാധിയായി എന്നുള്ളൊരു കഥ അത് ചില ബന്ധുക്കളും നാട്ടുകാരും ഒന്നും വിശ്വസിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണരാജ്, ഈ ദുരൂഹത എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ആ ദുരൂഹത മാറുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെയും ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അനുമതി നൽകിയതിനു ശേഷമാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഒരു ഭാഗം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇവർക്കെതിരെ തന്നെ നിലനിൽക്കുന്നു. ഈ നിലവിൽ കുടുംബം പറയുന്ന ന്യായവാദങ്ങളോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതും അദ്ദേഹത്തെ കാണാതായിട്ട് ദിവസങ്ങളായി തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളും ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ വരാം. VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഈ നെയ്യാറ്റിൻകര സമാധി കേസിൽ ദുരൂഹത ഉറപ്പാണോ? ഇതിലൊരു ദുരൂഹതയില്ല. അദ്ദേഹം 30-35 വർഷം കൊണ്ട് എനിക്കറിയാവുന്ന ആളാണ്. അയാൾ സന്യാസിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ അദ്ദേഹത്തിന് സമാധി ഇരുത്തേണ്ട സ്ഥലമൊക്കെ അദ്ദേഹം സ്വയം തയ്യാറാക്കിയിരുന്നു. എല്ലാം അതിൻ്റെ അടപ്പം എല്ലാം ശരിയാക്കിയിരുന്നു. സമാധിയായി 3:30 മണിക്ക് മുമ്പേ മകൻ്റെ കൂടി ഇത് സമാധി ചടങ്ങുകളോടുകൂടി 3:30-ക്ക് മൂടിയിടണമെന്ന് പറഞ്ഞു. അപ്പം പൂജാരിയാണ് ഒരു മോൻ, ഒരാൾ ജോലിയുള്ള ആളാണ്. അവരെല്ലാവരും കൂടി അത് ചെയ്തു. എന്നിട്ട് സമാധിയായവർ അവരാണ് എല്ലായിടം പോസ്റ്റർ ഒട്ടിച്ചത്. ഈ പ്രദേശത്തെ ഒരു ഹിന്ദുവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ഭാഗം ആളുകൾ സംഘടിച്ചത് ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഹിന്ദു അല്ലല്ലോ. ഹിന്ദുവിന്റെ ചടങ്ങ്, ഹിന്ദു എല്ലാ ചടങ്ങും നടത്തി വെച്ചിരിക്കുന്നത് അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എടുത്തോണ്ട് പോകണം. എന്തിന്? അല്ല, ഒരു നോട്ടീസാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. നോട്ടീസ് തരട്ടെ, പൊളിക്കുന്നത് ആരോ പൊളിക്കട്ടെ. പക്ഷെ ചെയ്യുന്നത് ഒരു ഭാഗം ഈ തീവ്രവാദികൾക്ക് വഴങ്ങിക്കൊണ്ടുള്ളതാണ്. അത് ചെയ്യാൻ കഴിയില്ല. അതിനെ ചെറുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ സമാധി സ്ഥലം പൊളിക്കാൻ പാടില്ലെന്നാണോ? സമാധി സ്ഥലം ഇപ്പൊ നോട്ടീസ് കൊടുക്കണമല്ലോ. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമിയുടെ ഭാര്യ നിൽക്കുന്ന സമയത്ത് അവര് വിശ്വസിച്ച് സമാധി സ്ഥലം അങ്ങനെ സമാധി വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ നിമിഷം കൊണ്ട് പോലീസ് വന്ന് എടുത്തോണ്ട് പോകുന്നതാണ്. അവരെ അറിയിക്കണ്ടേ ഞങ്ങളെ പൊളിക്കാൻ പോവുകയാണ് എന്ന്? അത് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്കും തൃപ്തി വരണ്ടേ? ആരെങ്കിലും മത തീവ്രവാദികൾ പറഞ്ഞ കേട്ടോണ്ടാണോ ചെയ്യേണ്ടത്? അപ്പൊ അതിനാണ് ഞങ്ങൾ സംഘടിച്ചു വന്നത്. അല്ല, അങ്ങനെ പോലീസ് അറിയിപ്പ് കൊടുക്കാതിരിക്കുമോ എന്നൊരു സംശയമുണ്ടല്ലോ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട്. അത് മാധ്യമത്തില് ഞാൻ RTI ഉണ്ട്, ഇവിടെ പുറത്ത് ഓഫീസിൽ ഞാൻ സംസാരിച്ചത്. അവർ തന്നിട്ടില്ല. അവർക്ക് അവരുടെ ന്യായമായ ആവശ്യമല്ല, അവർ തരട്ടെ. അത് തന്നാലേ ഇത് ചെയ്യാവൂന്നാണ് നമ്മൾ പറയണേ. ശരി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ന്യായം ഉണ്ട് അതില്. ശരി, പ്രതികരിച്ചത്. പോലീസ് ഇവരെ അറിയിക്കാതെയാണ് ഇത് പൊളിക്കാനായി എത്തിയത് എന്നാണ് VSDP നേതാവ് കൂടിയ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ടാകും. പക്ഷേ
നിയമപരമായ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. ഏതായാലും പോലീസ് സമാധി സ്ഥലം പൊളിക്കും എന്ന നിലപാടിൽ തന്നെയാണ്. സബ് കളക്ടർ അവിടെയുണ്ട്. പക്ഷേ ബന്ധുക്കളും മകനുമൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.